പത്തനംതിട്ട കോന്നിയിൽ ഇളകൊള്ളൂരിന് സമീപം വീടിന് തീപിടിച്ച് യുവാവ് മരിച്ചിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ആ വീട്ടിൽ വഴക്ക് പതിവായിരുന്നു എന്നാണ് നാട്ടുകാരും അയൽവാസികളും ഒക്കെ പറയുന്നത്. മകൻ മനോജ് വീടിന് തീയിട്ടപ്പോൾ അച്ഛനും അമ്മയും പുറത്തിറങ്ങി എന്നാണ് അയൽവാസികൾ പറയുന്നത്. പക്ഷേ സംഭവത്തിൽ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം പോകാം, അതിനുശേഷം AV ജയശങ്കർ വിവരങ്ങൾ നൽകും. അയ്യോ, അവർ എന്നും വഴക്കാം. വെള്ളം അടിച്ചേച്ച് ഇന്നലത്തെ വഴക്കാം. എന്നും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വഴക്കാം. അവർ അമ്മയും മോനും അച്ഛനും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഒരു മോളും ഉണ്ട്. അവർ വന്ന് ഞാൻ ആ പെണ്ണ് ഇവിടെ വന്നാലും നിൽക്കത്തില്ല. ഇന്നലത്തെ സംഭവം വെള്ളം അടിച്ചേച്ചുള്ള സംഭവമാണ്. ഈ സംഭവം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഇത് എങ്ങനെ പറ്റിയെന്ന്. ഞങ്ങളല്ല ഈ തീ കണ്ട് കഴിഞ്ഞാൽ ഓടി ഇറങ്ങി വരുന്നത് വിളിച്ചു നോക്കൽ കേട്ടോ. അന്നേരം ഞങ്ങളാരും ഇത് ശ്രദ്ധിച്ചില്ല. തീ കത്തുന്നത് കൊണ്ട് ഞങ്ങളെല്ലാം അന്താളിച്ച് ഇങ്ങനെ നിൽക്കുമല്ലയോ. എന്തുവാണെന്നും ഒരു പിടിയില്ല. ഇത് ആര് ചെയ്താ, ഇവർ ചെയ്താന്ന് ഇതിനകത്ത് ഇവരുണ്ടോ, ഇതെന്തോ സംഭവിച്ചെന്നുള്ള അറിയാൻ വയ്യ. അതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരാണ്ട് ആ മരത്തിനെ മൂട്ടിയിരിക്കുമായിരുന്നു. അവിടെ നിന്നാണ് അവർ പിന്നെ എല്ലാവരും വിളിച്ചൂക്കൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരും കിടന്നു. അന്നേരം കിടന്നു പാവച്ചു. സോമൻ അതിന് മുമ്പേ എങ്ങാണ്ട് പോയെന്നാണ് അറിയുന്നത്. സോമൻ്റെയൊക്കെ ബന്ധുക്കാർ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞു. അങ്ങനെ ഇന്നലെ 7 മണിയായപ്പോൾ അവരെ ആങ്ങളയുടെ പിന്നെ ഓട്ടോ വന്നു, അതിന് കയറി പോയെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രിയിലെ 8:15 ഇവിടെ തീ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേട്ടു. 8:15 എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര തീയാണ്. തള്ള ഇവിടെ മുറ്റത്തെങ്ങാണ്ടായിരുന്നു. ഈ തീ പിടിക്കുന്നതിന് ഒരു 2-3 മിനിറ്റ് മുമ്പേ തന്ത ഇവിടുന്ന് അങ്ങ് പോയി. ഇവനെ ബോധവും പൊക്കണമില്ല, എണ്ണിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത. ഇന്നലെ രാവിലെ മുതലേ തുടങ്ങിയതാണ്. വെളുപ്പിനെ മുതൽ തുടങ്ങാം. വന്നപ്പോഴേ ശബരിമലൊന്ന് വന്നപ്പോഴേ കുറേ കൊണ്ടാണ് വന്നത്. വെളുപ്പം കാലത്ത് നമ്മൾ ചായ കുടിക്കുന്നതിന് അവർക്ക് ഇതുണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അത് രാവിലെ മുതലേ ശരിയായിട്ടങ്ങ് മിനുങ്ങി. ഒടുങ്ങം വന്നപ്പോൾ ബോധവുമില്ല, പൊക്കണവുമില്ല. തീ വെന്തതാണോ, തീ വെച്ചതാണോ, തീ കത്തിയതാണോ, അതൊന്നും നമുക്ക് അറിയത്തുമില്ല. ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ട. ജയശങ്കർ, ഇത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ബോധരഹിതനായ ഒരു മനുഷ്യൻ ചെയ്തതാണല്ലേ? മകൻ വീടിന് തീയിടുന്നു, അയാൾ തന്നെ തീ കത്തി മരിക്കുന്നു, അച്ഛനും അമ്മയും രക്ഷപ്പെടുകയും ചെയ്യുന്നു. മദ്യപാനത്തെ തുടർന്ന് സ്ഥിരം ബഹളമാണ് ആ വീട്ടിൽ. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ മദ്യമായിരുന്നു അവിടെ വില്ലനായതല്ലേ? വിജയകുമാർ, നമ്മുടെ ലഹരി വിരുദ്ധ യാത്ര ഇന്ന് സമാപിക്കാനിരിക്കെ ഇത്തരത്തിൽ വീണ്ടും ഈ ലഹരി ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ തോതിലൊരു മദ്യപാനം നടന്നു. ഇതിനിടയിൽ വലിയൊരു തർക്കം. ഈ മനോജ് അമ്മയും അച്ഛനുമായി വലിയ തോതിലൊരു തർക്കത്തിൽ ഏർപ്പെട്ടു. ഇതിനിടയിലാണ് മനോജ് ഇത്തരത്തിൽ വീടിന് തീവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അച്ഛൻ സോമൻ അല്പസമയം മുമ്പ് തന്നെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോയി. പിന്നീട് അമ്മ വനജ മാത്രമാണ് വീട്ടിലുണ്ടായത്. അവർ ഈ പ്രശ്നം കണ്ടോടുകൂടി അവർ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പോലീസിനെല്ലാം തന്നെ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഈ മദ്യലഹരിയിൽ മനോജ് തന്നെ വീടിന് തീ വെച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും പോലീസ് ഈ ഷോർട്ട് സർക്യൂട്ട് സാധ്യത തള്ളിക്കളയുന്നില്ല. ഏതെങ്കിലും ചെറിയൊരു തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് വഴി അത് വലുതായി എന്നൊരു സംശയവും പോലീസിനുണ്ട്. പക്ഷേ അതിന് ശാസ്ത്രീയ പരിശോധന നടത്തണം. ഇന്ന് തന്നെ പോലീസ് അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കും. ഈ വീടിന് മുകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു ടാർപ്പായ ഈ ചോർച്ചയൊക്കെ പരിഹരിക്കുന്നതിന് വലിയൊരു ടാർപ്പായ ഇട്ടിട്ടുണ്ട്. ആ ടാർപ്പായിലേക്ക് പെട്ടെന്ന് തീ പടർന്നതാണ് വലിയൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇന്നലെ രാത്രി നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അങ്ങനെ അത് ഈ നാടിനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമായി. ഈ പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിലാണ് ഈ വീട് നിലനിൽക്കുന്നത്. ഈ അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ബൈറ്റിൽ നേരത്തെ കേട്ടതുപോലെ സ്ഥിരം ഇവിടെ മദ്യപിച്ച് വലിയ പ്രശ്നങ്ങൾ ഈ കുടുംബം മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്നു എന്നാണ് ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ വലിയ തോതിലൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു 25 വർഷം മുമ്പ് ഈ വീട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വനജയുടെ സഹോദരൻ്റെ വീടാണിത്. ഈ വീട്ടിൽ 25 വർഷം മുമ്പ് മറ്റൊരു ആത്മഹത്യ നടന്നുവെന്നും പ്രദേശവാസികൾ വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ വലിയ ദുരൂഹതയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. കാരണം ഒരു മദ്യലഹരിയിൽ ഒരാൾക്ക് ഒരു വീട് ഉൾപ്പെടെ സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് വീട് ഉൾപ്പെടെ ചുട്ടുകരിക്കുന്ന ഒരു വളരെ ദാരുണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക മരണത്തിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘം അല്പസമയത്തിന് ഇങ്ങനെ ഫോറൻസിക് ടീം ഇവിടെ എത്തി പരിശോധന നടത്തും. ഒപ്പം തന്നെ ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ തമിഴ്നാട്ടിലുള്ള മകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തും. അങ്ങനെ വലിയ അടിമുടി ദുരൂഹതയാണ്. ലഹരി വീണ്ടും ഒരു ജീവിതം